ഐതിഹ്യമാല അധ്യായം 26. പ്രഭാകരൻ. ശ്രീകൃഷ്ണ വിലാസകാവ്യത്തിന്റെ കർത്താവായ പ്രഭാകര കവിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ സംസ്കൃത ഭാഷാ പരിജ്ഞാനം അല്പമെങ്കിലും സിദ്ധിച്ചിട്ടുള്ളവരിൽ ആരും ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. പ്രഭാകര കവിക്ക് സുകുമാരൻ എന്നുകൂടി പേരുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെ 2 പേരുകൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നിശ്ചയമില്ല. ഇദ്ദേഹം ജാതിയിൽ ബ്രാഹ്മണനായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. പ്രഭാകരൻ അത്യന്തം ബുദ്ധിമാനും വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധയുള്ള ആളുമായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന് അദ്ദേഹത്തെക്കുറിച്ചുള്ള മനസ്സിൽ സീമാതീതമായ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. എങ്കിലും ഗുരുനാഥൻ സദാ നേരവും പ്രഭാകരനെ അതികഠിനമായി അടിക്കുകയും ശകാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രഭാകരന്റെ സഹപാഠികളായിട്ട് വേറെയും പല ബാലന്മാരും ഉണ്ടായിരുന്നു. അവർക്കാർക്കും പ്രഭാകരനോളം ബുദ്ധിയും പഠിത്തത്തിൽ ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. എന്നാലും അവരെ ആരെയും ഗുരുനാഥൻ ഇതേപോലെ അടിക്കുകയും ശകാരിക്കുകയും പതിവില്ല. അവർക്കൊക്കെ ഗുരുനാഥൻ ഒരു ശ്ലോകത്തിൻ്റെയോ ഒരു പദത്തിൻ്റെയോ അർത്ഥം 100 പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു കൊടുക്കും. പ്രഭാകരൻ പഠിക്കുന്നതിൻ്റെ അർത്ഥമെല്ലാം തന്നെത്താൻ വിചാരിച്ച് പറയണം. അഥവാ ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും ഒരു പ്രാവശ്യമല്ലാതെ പതിവില്ല. അതികഠിനമായ ഒരു ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം പോലും ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ പ്രഭാകരൻ മനസ്സിലാക്കിക്കൊള്ളും. പിന്നെ അതൊരിക്കലും മറക്കുകയുമില്ല. എങ്കിലും പ്രഭാകരൻ ശുദ്ധമേ വിഡ്ഢിയാണെന്നും പഠിത്തത്തിൽ ജാഗ്രത വളരെ കുറവാണെന്നുമല്ലാത്ത ഗുരുനാഥൻ ഒരിക്കലും പറയുക പതിവില്ല. സദാ നേരവും കോപഭാവമല്ലാതെ ആ ഗുരുനാഥൻ പ്രഭാകരന്റെ നേരെ സന്തോഷത്തോടെ ഒരിക്കലും നോക്കിയിട്ടില്ല. ഗുരുനാഥന്റെ ഈ ക്രൂരതയെക്കുറിച്ച് പ്രഭാകരന് വളരെ മനസ്താപമുണ്ടായി. എങ്കിലും അതൊന്നും പുറത്തു പ്രകടിപ്പിക്കാതെ വിനയാദര ഭക്തി പുരസ്സരം പഠിച്ചുകൊണ്ടേയിരുന്നു. കാലക്രമേണ അദ്ദേഹം കാവ്യനാട്ട കലാങ്കരങ്ങളിലും വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളിലും അനിതര സാധാരണമായ പാണ്ഡിത്യത്തെ സമ്പാദിച്ചു. എങ്കിലും വിദ്യാഭ്യാസം മതിയാക്കുന്നതിന് അദ്ദേഹത്തിനും ഗുരുനാഥനും മനസ്സായില്ല. അതിനാൽ അദ്ദേഹം വീണ്ടും ഓരോ വക ശാസ്ത്രങ്ങൾ സശ്രദ്ധം പഠിച്ചുകൊണ്ടും ഗുരുനാഥൻ പഠിപ്പിച്ചുകൊണ്ടും ഇരുന്നു. അങ്ങനെ പ്രഭാകരൻ ഒരു നല്ല വിദ്വാനും യൗവനയുക്തനുമായി തീർന്നു. പിന്നെയും പ്രഭാകരന്റെ പഠിത്തത്തിനും ഗുരുനാഥന്റെ ശകാരത്തിനും അടിക്കും യാതൊരു കുറവും വന്നില്ല. പ്രഭാകരൻ പഠിത്തവും പ്രായവും വർദ്ധിക്കും തോറും ഗുരുനാഥന്റെ അടിയും ശകാരവും വർദ്ധിച്ചു വന്നു. ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഭാകരൻ എന്തോ ഒരു സംശയം വരികയാൽ അതെങ്ങനെയാണെന്ന് ഗുരുനാഥനോട് ചോദിച്ചു. ഗുരുനാഥൻ, എടോ ഏഭ്യ, ഇനിയും നിനക്ക് അതറിയാറായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രഹരിക്കുവാൻ തുടങ്ങി. അടികൊണ്ട് തുടപൊട്ടി രക്തം പ്രവഹിച്ചു തുടങ്ങി. പിന്നെയും ഗുരുനാഥൻ അടിമടിയാക്കാനുള്ള ഭാവമില്ല. ഒടുക്കം സഹിക്കവയ്യാതായപ്പോൾ പ്രഭാകരൻ ഓടി ഒളിച്ചു. അന്ന് പ്രഭാകരന് സാമാന്യത്തിലധികം വേദനയും മനസ്താപവും ഒക്കെ ഉണ്ടായി. അതിനാൽ ഏതുവിധവും ഗുരുനാഥന്റെ കഥ ഇന്ന് കഴിക്കണം. ഇനി ഈ ദുഷ്ടൻ ജീവിച്ചിരുന്നിട്ട് ഇങ്ങനെ ഒരുത്തനെ അടിക്കരുത് എന്ന് നിശ്ചയിച്ചു. ഗുരുനാഥൻ സന്ധ്യാവന്ദനത്തിന് പോയ തരത്തിന് പ്രഭാകരൻ ഒരു വലിയ കരിങ്കല്ല് വലിച്ചെടുത്ത് ഗുരുനാഥന്റെ ശയനഗൃഹത്തിന്റെ തട്ടിന് പുറത്ത് കയറിയിരുന്നു. ഗുരുനാഥൻ വന്ന് കിടന്നുറങ്ങാമാകുന്ന സമയം തട്ടിന്റെ പലകയിളക്കി മാറ്റി. കരിങ്കല്ല് ഗുരുനാഥന്റെ മാറത്തട്ട് കൊള്ളണമെന്നായിരുന്നു പ്രഭാകരന്റെ വിചാരം. ഗുരുനാഥൻ സന്ധ്യാവന്ദനാദി നിയമങ്ങളെല്ലാം കഴിഞ്ഞ് ഗൃഹത്തിൽ വന്നപ്പോഴേക്കും അത്താഴത്തിന് എല്ലാം കാലമായിരുന്നു. എങ്കിലും അദ്ദേഹം എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് അത്താഴം വേണമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശയനഗൃഹത്തിലേക്ക് പോയി. അവിടെ ചെന്ന ഉടനെ കട്ടിലിൽ കയറി അത്യന്തം വിചാരമഗ്നനെന്നതുപോലെ കിടപ്പുമായി. ഗുരുനാഥൻ അത്താഴം ഉണ്ണാഞ്ഞതുകൊണ്ട് ഗുരുഭഗ്നിയും ഉണ്ടില്ല. ഭർത്താക്കന്മാർ ഭക്ഷണം കഴിക്കാതെ പതിവ്രതമാർ ഭക്ഷിക്കുക പതിവില്ലല്ലോ. ഗുരുശയന ഗ്രഹത്തിൽ ഉറങ്ങാതെ കിടക്കുന്നത് കണ്ടിട്ട് പത്നി ഇതെന്താണ് അവിടേക്കൊരു വലിയ മനോവിചാരമുള്ളതുപോലെ ഇരിക്കുന്നത്, അത്താഴവും ഉണ്ടില്ലല്ലോ, സുഖമില്ലെന്ന് പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചു. ഗുരുനാഥൻ മറുപടി പറഞ്ഞു, എനിക്ക് വിശേഷിച്ച് സുഖക്കേടൊന്നുമില്ല. ഞാനിന്ന് നമ്മുടെ പ്രഭാകരനെ സാമാന്യത്തിലധികം അടിച്ചു. അപ്പോൾ ദേഷ്യം കൊണ്ട് അടിച്ചുപോയി. പിന്നെ അത് വിചാരിച്ചിട്ട് എനിക്ക് വളരെ വ്യസനമുണ്ടായി. ആ വ്യസനം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ എത്ര അടിച്ചാലും അവൻ അതെല്ലാം കൊണ്ടും കൊണ്ട് ഇരിക്കുകയാണ് പതിവ്. ഇന്നവൻ എണീറ്റ് ഓടിപ്പോയി കളഞ്ഞു.
സഹിക്കവയ്യാതെ വേദനയുണ്ടായതുകൊണ്ടാണ് അവൻ പോയത്. എൻ്റെ ക്രൂരതയെക്കുറിച്ച് വിചാരിച്ചിട്ട് എൻ്റെ ഹൃദയം പൊടിയുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്താഴം ഉണ്ണാഞ്ഞത്. ഇന്നെനിക്ക് മനസ്സിൻ്റെ അസ്വാസ്ഥ്യം തീരുകയില്ല. ഗുരുപത്നി പറഞ്ഞു, ഇത് വലിയ കഷ്ടം തന്നെയാണ്. ഇതിനെക്കുറിച്ച് പറയണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞാൽ അവിടേക്ക് രസമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ക്ഷമിച്ചിരുന്നത്. പ്രഭാകരനെ പോലെ ബുദ്ധിയും പഠിത്തത്തിൽ ശ്രദ്ധയും ഗ്രഹണശക്തിയും ധാരണാശക്തിയും സൗശീല്യാദി ഗുണങ്ങളും ഉണ്ടായിട്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളെന്നല്ല ഈ ലോകത്തിൽ തന്നെ ആരുമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ ഇവിടെ അവനെ അടിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നതുപോലെ മറ്റാരുമില്ലാതാനും. അവന്റെ ശരീരം കണ്ടാൽ പ്രഭാകരൻ എന്നും സുകുമാരൻ എന്നുമുള്ള നാമങ്ങൾ യഥാർത്ഥങ്ങളാണെന്ന് ഏവരും സമ്മതിക്കും. ഇപ്രകാരം ആകൃതിക്കും പ്രകൃതിക്കും ഒന്നുപോലെ ഗുണം തികഞ്ഞിരിക്കുന്ന ഒരു ബാലനോട് ഇപ്രകാരം കഠിനത പ്രവർത്തിക്കണമെന്ന് ഇവിടേക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ? കുട്ടികൾക്ക് യൗവനാരംഭമായാൽ പിന്നെ അവരെ അടിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നത് തന്നെ യുക്തമല്ല. അന്യന്റെ കുട്ടിയായാൽ പിന്നെ പറയാനുമില്ലല്ലോ. ഗുരുനാഥൻ പറഞ്ഞു, ഭവതി പറഞ്ഞതൊക്കെ വാസ്തവമാണ്. എന്നാൽ എൻ്റെ പ്രഭാകരനെ ഒരു അന്യബാലനായി ഞാൻ വിചാരിച്ചിട്ടില്ല. അവൻ എത്ര പ്രായമായാലും എനിക്കവനെന്നും കുട്ടി തന്നെ. അവൻ്റെ ഗുണഗണങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടായികയുമില്ല. എനിക്കവനെക്കുറിച്ച് സ്നേഹവും വാത്സല്യവും ഇല്ലായകയുമില്ല. സത്യമായിട്ട് ഞാൻ പറയുന്നു, എനിക്കവനെക്കുറിച്ച് നമ്മുടെ സീമന്ത പുത്രനിലുള്ളതിലധികം സ്നേഹവും വാത്സല്യവുമുണ്ട്. എന്നാൽ അതൊന്നും ഞാൻ പുറത്തു കാണിക്കാത്തത് അവൻ ബുദ്ധിമാനും സമർത്ഥനുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് അവനറിഞ്ഞാൽ അവൻ അഹങ്കാരിയായി പോകും. തന്നിമിത്തം പഠിത്തത്തിൽ ജാഗ്രത കുറഞ്ഞു പോയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് മാത്രമാണ്. ഞാൻ അവനോട് സ്നേഹഭാവം ഇതുകൊണ്ടാണ് കാണിക്കാതിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല. ഞാൻ ശാസിക്കുന്നതിൻ്റെ ഗുണമൊടുക്കം അവനിൽ കാണാറാകും. എൻ്റെ പ്രഭാകരൻ ലോകൈക വിദ്വാനായി തീരുമാനമെന്നുള്ളതിൽ സംശയമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് ഞാൻ പ്രവർത്തിച്ചത് വലിയ സാഹസമായി പോയതാനും. ഇനി ഞാൻ ഒരിക്കലും അവനെ ഇങ്ങനെ വേദനപ്പെടുത്തുകയില്ല. നിശ്ചയം തന്നെ. കഷ്ടം. എൻ്റെ പ്രഭാകരൻ ഇന്നനുഭവിച്ച വേദനയെക്കുറിച്ച് വിചാരിച്ചിട്ട് തന്നെ എൻ്റെ ഹൃദയം പൊടിയുന്നു. ഇപ്രകാരം ഗുരുവും പത്നിയും കൂടിയുള്ള സംഭാഷണം കേട്ടപ്പോൾ പ്രഭാകരന് ഗുരുനാഥനെക്കുറിച്ചുണ്ടായ വൈര്യം മുഴുവനും പോയി. അത്യന്തം ഭക്തിയും ബഹുമാനവും വർദ്ധിക്കുകയും താൻ പ്രവർത്തിക്കുവാൻ വിചാരിച്ച കഠിന പ്രവൃത്തിയെക്കുറിച്ച് വളരെ പശ്ചാത്താപം ജനിക്കുകയും ചെയ്തു. കഷ്ടം. എൻ്റെ പേരിൽ ഇത്രയും സ്നേഹവും വാത്സല്യവുമുള്ള ഗുരുനാഥനെ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചു പോയല്ലോ. ഈശ്വര, ഈ മഹാപാപം ഇനി എന്തു ചെയ്താൽ തീരും എന്നിങ്ങനെ വിചാരിച്ച് വ്യസനിച്ച് കരഞ്ഞുകൊണ്ട് പ്രഭാകരൻ താഴെ ഇറങ്ങി വന്ന് ഗുരുനാഥൻ്റെ പാദത്തെങ്കിൽ വീണ് നമസ്കരിച്ചു. ഗുരുനാഥൻ, അയ്യോ, ഇതെൻ്റെ പ്രഭാകരനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പ്രഭാകരൻ്റെ തലയിൽ തൊട്ടനുഗ്രഹിച്ചു. പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗാഢമായി ആലിംഗനം ചെയ്തു. സന്താപം കൊണ്ടോ സന്തോഷം കൊണ്ടോ എന്തോ രണ്ടുപേരും കണ്ണീരൊലിപ്പിച്ചും കൊണ്ട് നിശ്ചേഷ്ടന്മാരായി നിന്നതല്ലാതെ കുറച്ചു നേരത്തേക്ക് ഒരക്ഷരം പോലും മിണ്ടുന്നതിന് അവർക്ക് ശക്തിയുണ്ടായിരുന്നില്ല. പിന്നെ കുറഞ്ഞൊരു നേരം കഴിഞ്ഞതിൻ്റെ ശേഷം ഗുരുനാഥൻ, പ്രഭാകരൻ എൻ്റെ അടിയുടെ ദുസ്സഹത്വം കൊണ്ട് ഇവിടെ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു അല്ലേ? നീ നന്നായി വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടും പ്രായാധിക്യം നിമിത്തം കോപത്തെ അടിക്കുന്നതിന് എനിക്ക് ശക്തി മതിയാകാതെ വന്നതുകൊണ്ടും ഞാൻ നിന്നെ ക്രമത്തിലധികം തല്ലിപ്പോയതാണ്. നിനക്കെന്നോട് ഇതുകൊണ്ട് പരിഭവമൊന്നും തോന്നരുത്. ഇനി ഞാനൊരിക്കലും നിന്നെ ഇങ്ങനെ ഉപദ്രവിക്കുകയില്ല. പ്രഭാകരൻ മറുപടി പറഞ്ഞു. അവിടുന്ന് ഇങ്ങനെ പറയുകയും ഇതിനെക്കുറിച്ച് ലേശം പോലും വ്യസനിക്കുകയും വേണ്ട. അവിടുന്ന് ഇനിയും എന്നെ എത്ര അടിച്ചാലും ശകാരിച്ചാലും അതൊക്കെ അനുഭവിക്കുന്നതിന് എനിക്ക് സന്തോഷമാണ്. അടികൊണ്ട് വേദന സഹിക്കവയ്യാതെ ആയപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് വല്ലായ്കയുണ്ടായി. അതിനെക്കുറിച്ച് തന്നെ എനിക്കിപ്പോൾ വളരെ പശ്ചാത്താപമുണ്ട്. എൻ്റെ അറിവില്ലായ്ക കൊണ്ടും വേദനയുടെ ദുസ്സാഹത്വം കൊണ്ടും ഗുരുനാഥനെ കൊല്ലണമെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പോയി. അതിനായിട്ടാണ് ഞാനിവിടെ കയറി ഒളിച്ചിരുന്നത്. ഈ ബാലചാവല്യത്തെ അവിടുന്ന് കൃപാപൂർവം ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരികയും ഈ ദുർവിചാരം നിമിത്തമുണ്ടായിട്ടുള്ള മഹാപാപം തീരുന്നതിന് ഞാൻ എന്ത് ചെയ്താൽ മതിയാകുമെന്ന് അവിടുന്ന് തന്നെ എനിക്ക് പറഞ്ഞു തരികയും വേണം. ഗുരു പറഞ്ഞു, പശ്ചാത്താപത്തിനേക്കാൾ വലിയതായ പ്രായശ്ചിത്തം ഒരു പാപകർമ്മത്തിനുമില്ല. നിനക്കിപ്പോൾ അതിയായ പശ്ചാത്താപം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് നിന്റെ സകല പാപങ്ങളും തീർന്നിരിക്കുന്നു. ഞാൻ നിന്റെ തെറ്റുകളെ ക്ഷമിച്ച് മാപ്പ് തന്നിരിക്കുന്നു. ഇനി ഇതിലേക്കായി നീ ഒരു പ്രായശ്ചിത്തവും ചെയ്യണമെന്നില്ല. പ്രഭാകരൻ പറഞ്ഞു, അതുകൊണ്ട് മതിയായില്ല. എൻ്റെ ഈ ദുർവിചാരത്തിന് അതികഠിനമായ ഒരു മഹാപാപം തന്നെയുണ്ട്. അത് തീരണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണം.
അല്ലാതെ എൻ്റെ മനസ്സിന് സമാധാനം വരുന്നതല്ല. ഗുരു പറഞ്ഞു. എന്നാൽ നാളെ ബ്രാഹ്മണ സഭയിൽ ചെന്ന് ചോദിച്ചിട്ട് ഉഭയകുല പരിശുദ്ധന്മാരായി, വേദജ്ഞന്മാരായി, ശാസ്ത്രജ്ഞന്മാരായിരിക്കുന്ന ആ മഹാബ്രാഹ്മണർ വിധിക്കുന്നത് പോലെ ചെയ്യണം. അല്ലാതെ എനിക്കൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് വ്യസനിച്ചുകൊണ്ട് തന്നെ അവർ അന്നത്തെ രാത്രി ഒരുവിധം കഴിച്ചു കൂട്ടി. അരുണോദയമായപ്പോൾ പ്രഭാകരൻ കുളിച്ച് നിത്യകർമാനുഷ്ഠാനാദികൾ കഴിച്ചും കൊണ്ട് ബ്രാഹ്മണ സഭയിലെത്തി. വിവരമെല്ലാം പറഞ്ഞു. ആ ബ്രാഹ്മണർ കൂടിയാലോചിച്ച് ഗുരുനാഥനെ കൊല്ലണമെന്നുള്ള വിചാരിച്ചവന്റെ പാപം തീരണമെങ്കിൽ അവൻ ഉമ്മിത്തിയിൽ നിന്ന് നീറി ദഹിച്ച് മരിക്കണം, അല്ലാതെ തീരുന്നതല്ല എന്ന് വിധിച്ചു. ഉടനെ പ്രഭാകരൻ വന്നൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഉമ്മി വരുത്തി തൻ്റെ കഴുത്തുവരെ കൂട്ടിച്ച് അതിൻ്റെ 4 ഭാഗത്തും തീയും വെപ്പിച്ചു. എന്നാണെങ്കിലും എൻ്റെ ഈ ജന്മം എങ്ങനെയായി? എൻ്റെ പേര് ഭൂലോകത്തിൽ എന്നും നിലനിൽക്കുന്നതിനും ഭഗവത് സ്മൃതിയോടും കൂടി മരിക്കുന്നതിനുമായിട്ട് ഇപ്പോൾ ഒരു കാവ്യമുണ്ടാക്കണം എന്ന് നിശ്ചയിച്ച് പ്രഭാകരൻ അവിടെ നിന്നുകൊണ്ട് ഒരു കാവ്യമുണ്ടാക്കി ചൊല്ലിത്തുടങ്ങി. അങ്ങനെ മഹാനായ പ്രഭാകര കവി ഉമ്മിത്തിയിൽ നിന്ന് ദഹിച്ചുകൊണ്ടുണ്ടാക്കിയതാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ വിലാസം. പ്രഭാകരന്റെ ഈ ചരിത്രം ഗുരുശിഷ്യ ഭാവത്തോടുകൂടി വർത്തിക്കുന്നവരായ സകല ജനങ്ങളും സദാ ഓർത്ത് പ്രവർത്തിക്കുന്നതിനായിരുന്നതിനാൽ വളരെ ഗുണം സിദ്ധിക്കാനുണ്ടെന്നുള്ളത് പ്രത്യേകം പറയേണ്ടല്ലോ. പ്രഭാകരന് അങ്ങനെ ശ്രീകൃഷ്ണ വിലാസമുണ്ടാക്കി 12ാം സർഗം മുഴുവനാക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവനും ദഹിച്ചു പോയതിനാൽ അത് മുഴുവനാക്കുവാൻ കഴിഞ്ഞില്ല. 12ാം സർഗത്തിലെ ഒരു ശ്ലോകത്തിൽ പശ്യേ പ്രിയേ കൊങ്കണ ഇത്രയും പറഞ്ഞപ്പോഴേക്കും അഗ്നി അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ പിടികൂടിപ്പോയതിനാൽ ആ ശ്ലോകം തന്നെ മുഴുവനാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ അതിയോഗിനായിരുന്ന പ്രഭാകരൻ ഭസ്മവേഷനായി തീരുകയും ചെയ്തു. അനന്തരം കവികുല ശോരമണിയായ സാക്ഷാൽ കാളിദാസൻ പ്രഭാകരന്റെ ശ്രീകൃഷ്ണ വിലാസകാവ്യം വായിച്ചു കേട്ട് അത് മുഴുവനാക്കണമെന്ന് നിശ്ചയിച്ചു. പശ്യേ പ്രിയേ കൊങ്കണ എന്നുള്ളതിൻ്റെ ശേഷമായി ഭൂമി ഭാഗൻ എന്നെഴുതിയപ്പോഴേക്കും പട്ടുനൂലിനോടുകൂടി വാഴനാരെ ഏച്ചുകെട്ടാൻ പുറപ്പെടേണ്ട എന്നൊരു അശരീരി വാക്കുണ്ടായി. അതിനാൽ കാളിദാസനും പിന്നെയും അതിൻ്റെ ശേഷം മുഴുവനാക്കുവാൻ ശ്രമിച്ചില്ല. ശ്രീകൃഷ്ണ വിലാസകാവ്യത്തിൻ്റെ ഗുണം എത്രമാത്രമുണ്ടെന്ന് ഇതിൽ നിന്ന് ഊഹിക്കാനാവുന്നതാണല്ലോ. ഈ അശരീരി വാക്ക് കേട്ടപ്പോൾ കാളിദാസരുടെ മനസ്സിൽ കുറച്ച് അസൂയയും കോപയും വാശിയും തോന്നി. എന്നാൽ ഇതിനോടും കൂടി ഞാനൊന്നും മെച്ചുകെട്ടുവാൻ പോകുന്നില്ല, ഇതുപോലെ ഒന്നുണ്ടാക്കാമോ എന്ന് ഞാനും നോക്കാമെന്ന് പറഞ്ഞ് കാളിദാസൻ കുമാരസംഭവം എന്ന കാവ്യമുണ്ടാക്കി. അസ്ഥി ശ്രീയസ്ത തരസമേനു നാമ എന്നാണല്ലോ പ്രഭാകരൻ ശ്രീകൃഷ്ണ വിലാസത്തിൽ ആദ്യം തുടങ്ങിയിരിക്കുന്നത്. അതിന് പകരമായിട്ടാണ് കാളിദാസൻ തൻ്റെ കുമാരസംഭവത്തിൻ്റെ ആദ്യത്തിൽ അസ്ത്യുത്തര സ്യാസാന്തിശി ദേവാദൽമാ ഹിമാലയോ നാമനാഗാദിരാജാം എന്ന് തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ സംഗതിയിൽ ചില പക്ഷാന്തരങ്ങളും ഇല്ലെന്നില്ല. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 26 സമാപിച്ചിരിക്കുന്നു. ഇനി അധ്യായം 27 പാതായിക്കര നമ്പൂരിമാർ.